നിന്നൊക്കെ മാറി സ്വസ്ഥമായിരിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരല്പം കയറ്റമൊക്കെ ഉണ്ട്, കുറച്ച് റിസ്ക്കാണ് അവിടേക്ക് എത്താൻ. പക്ഷേ കൈ പിടിക്കാൻ നേർത്ത മഞ്ഞിൻ്റെ നനവുള്ള കാറ്റുണ്ടെങ്കിൽ ആ ഒരു മലകയറ്റം നമ്മൾ പോലും അറിയില്ല എന്നതാണ് അനുഭവസ്ഥർ പറയുന്നത്. മലമുകളിൽ സുന്ദരമായ കാഴ്ചകളും കാത്തിരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇടുക്കിയിലെ പാഞ്ചാലിമേടിനെ കുറിച്ചാണ്. വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വെക്കേഷനിൽ പോകാൻ പറ്റുന്ന നല്ലൊരിടമാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡാനിപ്പോളാണ് പാഞ്ചാലിമേടി പോയത്. പാഞ്ചാലിമേടി പോയി കാറ്റുകൊണ്ടിരുന്ന് ഡാനിപ്പോൾ പാടിയ പാട്ടൊക്കെ വൈറലാണ് ഞങ്ങളുടെ ഓഫീസിൽ. എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. സ്വച്ഛതയോടെ അല്പസമയമൊക്കെ നടക്കാനും നല്ല കാഴ്ചകൾ കാണാനും നല്ല കാറ്റുകൊണ്ടിരിക്കാനും ഒക്കെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇടുക്കിയിലേക്കൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അങ്ങനെ വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന, അല്ലെങ്കിൽ ഈ വളരെ ഈ തിരക്കുകളിൽ നിന്നെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഈ ഇടുക്കിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്കെല്ലാം തന്നെ എത്തിപ്പെടാവുന്ന ഒരിടമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടതില്ല. കാരണം നിരവധിയായ പല ലേഖനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും റീൽസും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് പാഞ്ചാലിമേടിനെ കുറിച്ച് നമുക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളെ ആദ്യം കൈതൊട്ട് വിളിക്കുന്നത് കാറ്റാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് കാറ്റ് തന്നെയാണ്. പാഞ്ചാലിമേടിലേക്ക് എത്തുന്നവരെ ആദ്യം കൈപിടിച്ച് കയറ്റുന്നത് തീർച്ചയായും ഈ കാറ്റ് തന്നെയാണ്. ഇവിടേക്ക് ചെറിയ കയറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ കാറ്റിൻ്റെ കൈപിടിച്ച് നേർത്ത ഒരു മഞ്ഞിൻ്റെ തണുപ്പെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടേക്ക് എത്താം. എത്ര വെയിലുണ്ടെങ്കിലും ഇവിടേക്ക് കടന്നു വരുന്നവർ തികച്ചും ഉല്ലാസഭരിതരാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കെല്ലാം ആസ്വദിക്കാവുന്ന ഒരു മൊട്ടക്കുന്ന് പോലുള്ള ഒരു ഇടമാണ്. എങ്കിലും നല്ല കാറ്റും നല്ല കാഴ്ചകളും താഴ്വാരങ്ങളുടെ കാഴ്ചകളും എല്ലാം തന്നെയുണ്ട്. അതെല്ലാം തന്നെ ഒരു ആസ്വാദ്യകരമാകുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത്. അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഈ മേഖലയെല്ലാം തന്നെ കൂടുതൽ ഈ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഒരിടമായി എല്ലാം തന്നെ ഇത് മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് എപ്പോഴും ഉള്ളത്. പാഞ്ചാലിമേടിലേക്ക് എത്തിയവർക്ക് എന്താണ് കാഴ്ചകളുടെ കൗതുകങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? അവർക്ക് എത്ര ഹൃദ്യമായൊരിടമായി ഇതെല്ലാം മാറുന്നു എന്നെല്ലാം തന്നെ നമുക്ക് അവരോട് ചോദിക്കാം. എന്തുകൊണ്ട് ആളുകൾക്ക് ഇവിടേക്ക് വരാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നു? മാനസിക ഉല്ലാസം, പിന്നെ നമ്മുടെ ഒരു എന്നാ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ടെൻഷൻ മാറി നമ്മൾ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും മാറി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി, ജീവിതം ആസ്വദിക്കാനും കൂടെ കൂടിയിട്ടാണ്. അതെ, ജീവിതം ആസ്വദിക്കാനും കൂടിയുള്ള ടെൻഷനൊക്കെ മാറ്റാൻ ഒരു റൗണ്ട് നടന്നാലും ഇവിടെ ഒരു സുഖമാണ്. പിന്നെ സുഖമായിട്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മൾ പിന്നെയും വരുന്നത്. പേര് ശശി. ഇവിടെ അടുത്താണോ? ഞാൻ ഈരാറ്റുപേട്ട. ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് എപ്പോഴും വരാൻ തോന്നാനുള്ള കാരണം? ഇവിടെ വന്നത് മനസ്സിൻ്റെ ഒരു സുഖം, എല്ലാം കൊണ്ടും നല്ലൊരു കുളിർമ. പറയുമായിരുന്നു ഒരു കാറ്റൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഇവിടേക്ക് തന്നെ വന്നു പറയണായിരുന്നു. തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഞാൻ മൂന്നാമത്തെ തവണ ഇവിടെ വരുന്നത്. ഇതിപ്പം ഉച്ചയായതുകൊണ്ട് വരാൻ ഇച്ചിരി മടിയായിരുന്നു. പക്ഷേ ഇപ്പം തണുത്ത കാറ്റൊക്കെ ആയതുകൊണ്ട് എൻജോയ് ചെയ്തിപ്പം മോനുമായിരുന്നു വഴക്കായിരുന്നു. ഇവിടെ കയറിയപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. പുള്ളി ഓക്കെ ആയി. വണ്ടി വെച്ച് നല്ല കാർച്ചം ബഹളമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പുള്ളി. നല്ല തണുത്ത ഒരു അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉല്ലാസം തോന്നുന്നു. ഇടിമിന്നലുള്ള സമയത്ത് മുകളിലേക്ക് നിൽക്കുന്നതും എല്ലാം തന്നെ വളരെ സുരക്ഷിതമായിരിക്കണം എന്നത് പറഞ്ഞു. ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതിയൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടേക്കെല്ലാം വരുമ്പോൾ വളരെ തുറസായ ഒരിടത്തേക്കാണ് വരുന്നത്. ഇടിമിന്നൽ സാധ്യതയുള്ള സമയമൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ അപകടകരമാകും. നമ്മുടെ ക്യാമറമാൻ KP ധനേഷ് ഇപ്പോൾ ഈ കുന്നിന് മുകളിലേക്ക് പോകുന്ന ഈ ഭാഗങ്ങൾ നിറയെ കല്ലുകൾ നിറഞ്ഞ ഒരു ഇടമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നമ്മൾ പലതവണയായി ഈ കുരിശ് കാണാൻ കഴിയും. അത് ദുഃഖവെള്ളിയാഴ്ച, അത് ഈ സമയങ്ങളിൽ ഈസ്റ്റർ സമയങ്ങളിലുള്ള പീഠാനുഭവ വാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മതമൈത്രിയുടെ എല്ലാം തന്നെ ഒരിടമായിട്ടും ആളുകൾ പറയുന്ന ഒരു സ്ഥലം കൂടിയാകുന്നു പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൻ്റെ ഒരു ഐതിഹ്യം എന്നതെല്ലാം തന്നെ പറയുന്നത് പഞ്ചപാണ്ഡവർ അവർ വനവാസകാലത്ത് കഴിഞ്ഞിരുന്ന ഒരിടം എന്നതുകൂടിയാണ് പാഞ്ചാലിമേട്. അത് അങ്ങനെ കൂടി ഒരു വിശ്വാസവും ഇവിടെയുണ്ട്. ഇതെല്ലാമാണ് ഇതിനെ പ്രിയപ്പെട്ടതാക്കുന്നത്.
പാഞ്ചാലിമേടിലേക്ക് കാറ്റ് കൊള്ളാൻ വരുന്നു, കാഴ്ച കാണാൻ വരുന്നു എന്നതിനപ്പുറം പാഞ്ചാലിമേട് കുറേ കൂടി എൻഗേജ്ഡ് ആക്കുക, അല്ലെങ്കിൽ പാഞ്ചാലിമേടിലേക്ക് വരുന്നവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ, അവർക്ക് ഈ ടൂറിസം അനുബന്ധമായിട്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ വിശാലാർത്ഥത്തിൽ ചെയ്തു കൊടുക്കുക, കുറച്ച് ആക്ടിവിറ്റീസ്, കുറച്ച് കായിക വിനോദങ്ങൾ, അങ്ങനെ എന്തെങ്കിലും എല്ലാം ചേർക്കണം. ഇതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് 2018 മുതൽ ഇവിടെയൊക്കെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളും കാര്യങ്ങളും എല്ലാം തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കി തുടങ്ങി. നമ്മൾ കാണുന്നത് ഒരു കൃത്രിമ ഡാം നിർമ്മിക്കുവാനുള്ള ഒരു ഭാഗങ്ങളുടെ ഇതായിട്ട്, അതായത് അവിടെ ഒരു ചെക്ക് ഡാം എന്നുള്ള രീതിയിലൊരു ജലാശയം ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ അതിന് അപ്പുറത്തേക്ക് ഒരു സിപ്പ് ലൈൻ എന്ന രീതിയിലേക്ക് പുതിയ ഒരു വിനോപാധി എന്ന രീതിയിലെല്ലാം തന്നെ, കായിക വിനോപാധി എന്ന രീതിയിൽ തന്നെ ഒരു സിപ്പ് ലൈൻ സംവിധാനം തയ്യാറാക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൃത്രിമ ജലാശയം വരികയാണെങ്കിൽ അതിന് മുകളിലൂടെ കടന്നു വരുന്ന രീതിയിൽ വിഭാവനം ചെയ്യുന്നതാണ്. ഇത് പദ്ധതി പൂർത്തിയാകുമ്പോൾ അതൊരു സുന്ദരമായൊരു വിനോദമായിട്ട് തന്നെ മാറുമെന്നത് അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മൊട്ടക്കുന്നുകളുടെ നടുവിൽ ഒരു കൃത്രിമ ജലാശയം, അതിന് വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥ, വീശിയടിക്കുന്ന ഒരു കാറ്റ്, അങ്ങനെ ഒരു സുന്ദരമായൊരു അന്തരീക്ഷത്തിൽ ഈ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പാഞ്ചാലിമേടിനെ കുറേ കൂടി എൻഗേജ്ഡ് ആക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. പദ്ധതികൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. കുറേ കൂടി ആളുകൾ കടന്നു വരുന്ന ഇടമായിട്ട് ഇത്തരം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആളുകളുടെ ഒരു വരവ്, അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പുത്തൻ തലമുറ, ജെൻസി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് വന്ന് സമയം കണ്ടെത്താനൊക്കെ എല്ലാം തന്നെ ചെലവഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ആലപ്പുഴ നിന്നാണ്. നല്ല രസമുണ്ട് വന്നിട്ട്. പക്ഷെ മഴക്കാലത്ത് വരുന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇച്ചും കൂടി ഒരു ഹരിതാപ മഴക്കാലത്താണ് ഫീൽ ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കായൽ കടന്ന് മല കയറുമ്പോൾ ഒരു ഫീൽ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഹെയർ പിന്നൊക്കെ വരുമ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. കാറ്റ് നല്ല, തണുപ്പ് നല്ലോണമുണ്ട്. ക്ലൈമറ്റ് നല്ലതാണ്. തെയ്യം നടന്നത് പ്രധാനമായിട്ടും വ്യൂ പോയിൻ്റാണ്. നമുക്കിവിടെ നിന്ന് മകരവിളക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് പാഞ്ചാലിമേടിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രത്യേകതയായിട്ടുള്ളത്. പുതിയൊരു പുലർക്കാലം ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി തോഴി. പാഞ്ചാലിമേടിലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് അവരിവിടെ ചെലവഴിക്കുന്ന സമയം അതൊരിക്കലും അവർക്കൊരു നഷ്ടമല്ല. കാരണം ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്ന കാഴ്ചകൾ അത്രയും അവർക്ക് ഓർമ്മയിലേക്ക് സൂക്ഷിക്കാം. പ്രിയപ്പെട്ടവരോടൊപ്പം അവരിവിടെ ചെലവഴിക്കുന്ന സമയം പ്രത്യേകിച്ച് ജീവിതത്തിലെന്നും അവർക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്നൊരിടമാണ്. കാരണം അതിനെല്ലാം ഈ ചുറ്റുപാടുകൾ തരുന്നുണ്ട്. നേരത്തെ കാറ്റും മഞ്ഞും തണുപ്പുമെല്ലാം അതിന് ചേർന്ന് നിൽക്കുന്നവ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചാരുതയാർന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് വിശാലമായി പോകുന്ന മലനിരകൾ, അതിൻ്റെ കാഴ്ചകൾ, താഴ്വാരങ്ങൾ, ഇതെല്ലാം സുന്ദരമായൊരിടമാക്കി പാഞ്ചാലിമേടിനെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഞ്ചാരികളെ വളരെ സഹർഷം പാഞ്ചാലിമേടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓർക്കാനും ഓർത്തിരിക്കാനുമായി ഒരുപാട് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇവിടം. പാഞ്ചാലിമേടിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.